ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നു, ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ ഒരു മടി കാരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി സ്വൈരം കെടുത്തിയിട്ട് ഇന്ന് എന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ അപ്പോൾ ഒരു ചെറിയ കണ്ടാൽ മനസ്സിലാവില്ല എന്നൊരു ചിക്കൻ റെസിപ്പിയാണെന്നുള്ളത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കൊണ്ടാട്ടമാണ് കേട്ടോ അത് ഉണക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ട്, മന്തി മസാല ഉണ്ട്, റൈസ് വാങ്ങിയിട്ടുണ്ട്, കുറച്ച് റിഫൈൻഡ് ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിക്കൻ ക്യൂബ്സ് എന്ന് പറയുന്നത്. മാഗി ക്യൂബ്സ് എന്നാണ് പറയണത്. 3 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മന്തി സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് അത്. വെള്ള അരിയും ബ്രൗൺ അരിയും ഉണ്ട്. ഞാനിവിടെ വെള്ള അരി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് 1 കിലോ അരിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ അൽഫാമാണ് ഉണ്ടാക്കുന്നത് കോമ്പിനേഷനായിട്ട്. അപ്പോൾ അൽഫാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കഷ്ണങ്ങളാക്കി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഏകദേശം ഒരു 1,600ഓളം ചിക്കൻ വരുന്നുണ്ട്. അപ്പോൾ അവർ 8 പീസായിട്ടാണ് നമുക്ക് തന്നത്. അവർ 4 പീസ് വേണോ 8 പീസ് വേണോ 12 പീസ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊരു 8 പീസായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കഷ്ണത്തിൻ്റെയും വലിപ്പം ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി കുറച്ചും കൂടി, ഇപ്പോൾ 12 പീസാക്കി തരികയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വേവിച്ചെടുക്കാനും അങ്ങനെ കുറച്ച് കഷ്ണത്തിൻ്റെ വലിപ്പം കുറയുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോഴും കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമുക്ക് ശരിക്കും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു വലിപ്പത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കട്ടിങ്ങാണ് കേട്ടോ. അൽഫാമിനെന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേകിച്ച് ചെയ്ത് തന്നതാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ട മസാലക്കൂട്ടിലിടാം. ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ, എരിവിനനുസരിച്ചിട്ടാണ്. 2 കുഞ്ഞ് തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു വലിയ ഉള്ളിയുടെ പകുതി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പുതിന ഇല ഇട്ടിട്ടുണ്ട്, മല്ലിയില ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തിരി പുളിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അളവിൽ മാത്രം എടുത്തത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അളവൊക്കെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല നോർമൽ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ തരത്തിൽ. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസാണ് കേട്ടോ, നാരങ്ങ നീര് ഒരു 2 ടീസ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ പിന്നെയാണ് മറന്നുപോയത്, ഒരു ലേശം റിഫൈൻഡ് ഓയിലും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ മസാലയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളിയും ഉള്ളിയും കൂടി വരുമ്പോൾ തന്നെ അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യേണ്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മസാലയൊക്കെ ഇനി നന്നായിട്ട് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. ഓരോ പീസും കൃത്യമായി വരഞ്ഞത് ഇതുകൊണ്ടാണ്, കാരണം അത് ഉള്ളിലേക്ക് നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴും എപ്പോഴും നമ്മൾ മന്തി റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അൽഫാമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വാങ്ങിയിട്ട് ചിക്കൻ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ അത് പൊരിക്കാൻ എടുക്കുന്നത് അതിൻ്റെ 1 മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഉള്ളിലൊക്കെ പിടിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ വാങ്ങിയതുകൊണ്ട് ഒരു 3 മണിക്കൂർ 3 to 4 മണിക്കൂർ എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവാത്ത ഭാഗത്തൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും അൽഫാം ഉണ്ടാക്കുമ്പം പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വാങ്ങി ചെയ്ത് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാവും. കാരണം പിറ്റേ ദിവസം പിന്നെ റൈസ് മാത്രം ഉണ്ടാക്കുക. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഒരേ സമയം അൽഫാമും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സമയവും ലാഭിക്കാം. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് ഇതെടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് പൊരിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണികളൊക്കെ നോക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന് വേണ്ട മന്തി റൈസ് ഞാൻ വാങ്ങിച്ചു കൊണ്ടത് കാണിച്ചില്ലേ, അത് എത്ര അളവ് എന്നുള്ളത് നോക്കണം. 1 കിലോ ആണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ 2 റൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വെള്ള റൈസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നാഴി ഗ്ലാസ്സിനാണ് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം 3 ഗ്ലാസ് വരയ്ക്കാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ 3 ഗ്ലാസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ലേശാണുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യത്തെ 2 ഗ്ലാസ് എടുത്ത സമയത്ത് കറക്റ്റ് അളവിൽ എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ കൂമ്പാരം പോലെ കൂട്ടി വെച്ചിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു 3 ഗ്ലാസ് തന്നെ വരുള്ളൂ. അപ്പോൾ ആ 3 ഗ്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. 3 ഗ്ലാസ് അരിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ്, 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 2-3 വട്ടം കഴുകി എടുത്തിട്ട് ഇനി ഇത് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ച് അരമണിക്കൂർ, അധികമൊന്നും കുതിർത്തരുത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ആക്കി വെച്ചതിന് ശേഷം വെള്ളം വാറ്റി എടുത്ത് വെക്കണം. ഇനി നമുക്ക് അതിൻ്റെ മസാലക്കൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഏലക്ക എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ജീരകം, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ മാഗി ചിക്കൻ ക്യൂബ്സാണ്, 6 എണ്ണമാണ്. അതായത് ഒരു പാക്കിൽ 2 എണ്ണമാണ്, അങ്ങനെ 3 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 എണ്ണമാണ്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് മന്തി മസാല വാങ്ങിയതാണ്, അതും ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യേണ്ട ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ടേസ്റ്റ്. ബാക്കി ഏതും ഇതിന് വേണ്ടി യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായിട്ടുള്ള ഓയിൽ വെച്ചാൽ അത് യൂസ് ചെയ്യുക. കാരണം ബാക്കി നെയ്യോ അതേപോലെ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഉണ്ടാക്കി ആ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് നോക്കേണ്ട കാര്യം റിഫൈൻഡ് ഓയിലിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചതെല്ലാം കൂടിയിട്ട് ആ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി ഞാൻ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു 8-10 അല്ലിയുണ്ട്. മുളകൊക്കെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഒരു 4-5 മുളകാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇതിന് ആവശ്യമുള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അത്രേ പണിയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടി ഇട്ട് വെച്ച അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചതാണ് കേട്ടോ. അധികം നേരം ഇട്ട് വെക്കരുത്, അപ്പോൾ അരിയുടെ വേവ് വ്യത്യാസം വരും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഈ മസാലയൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഞാനിതിൻ്റെ ഒപ്പം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളവും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു അടുപ്പത്തിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളവും നന്നായി തിളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അരിയൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം 6 ചിക്കൻ ക്യൂബ് 1 കിലോ അരിക്ക് കറക്റ്റാണ് അളവ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഇനി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് അധികമാവും. കാരണം ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ആ ചിക്കൻ ക്യൂബ്സും കൂടി ഇതിലേക്ക് മിക്സ് ആകുമ്പം കറക്റ്റ് അളവായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ ഉള്ളതായി തോന്നില്ല. പക്ഷെ എന്തായാലും ഉപ്പ് ചേർക്കരുത്, പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി 3 വിസിലാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെക്കാം. അത് വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് സാധാരണ ആവി പോയതിന് ശേഷം തുറന്നെടുക്കുക കേട്ടോ. അപ്പോൾ വിസിലൊക്കെ വന്നിട്ടുണ്ട്. 1ാമത്തെ 2ാമത്തെ അതാ 3ാമത്തെ വിസിലും വന്നു കഴിഞ്ഞു കേട്ടോ. ഇനി ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു പകുതി വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 2 തക്കാളി, വലിയ വലിപ്പമുള്ളതൊന്നുമല്ല, കുറച്ച് കുഞ്ഞ് തക്കാളിയാണ്. അപ്പോൾ 2 എണ്ണം പുളിപ്പ് നോക്കിയിട്ട് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നാരങ്ങ കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി നാരങ്ങനീരിലേക്ക് പുളിപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുള്ളൂ. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടൊരു ചട്നി എവിടെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ച് കഴിഞ്ഞാൽ കടയിലൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൂസായിട്ട് വെള്ളം പോലെയൊക്കെയാണ് ഇത് കിട്ടുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ഈ ഒരു തിക്കൊക്കെ കറക്റ്റാണ്. അതല്ലാത്തവർ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർക്കാം. ഞാൻ ഇത്രയേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ മന്തി റൈസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതിനൊരു സ്മോക്ക് ഉണ്ടാക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു ചിരട്ടയുടെ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഞാൻ അത് കട്ട് ചെയ്യുമ്പോൾ ഓരോ കഷ്ണങ്ങളായി നമുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കനൽ കെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഒരു ചിരട്ട ഫുള്ളായിട്ട് കത്തിച്ചെടുത്തു. കത്തിച്ച് നല്ല കനൽ കാണുന്നില്ലേ, നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കനലൊന്ന് ഊതി കൊടുക്കുക. ഇനി നന്നായി ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഈ നേരത്തെ നമ്മൾ ബിരിയാണിയല്ല മന്തി റൈസ് ആയ ആ ഒരു കുക്കർ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കനൽ നന്നായി ചൂടാവുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ. അതിലേക്ക് ലേശം ഒന്ന് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് നടുവിലൊരു കുഴിയാക്കിയിട്ട് ആ പാത്രം ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 5 to 7 മിനിറ്റ് കുക്കർ നന്നായി അടച്ചൊന്ന് എടുത്ത് വെക്കുക. അപ്പോൾ ആ സ്മോക്കൊക്കെ അതിൽ കറക്റ്റായിട്ട് പിടിക്കും. ഇനി അപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ ആ പുകയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വേണമെങ്കിൽ ഈ റൈസിൻ്റെ നടുവിലൊരു കുഴിയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇറക്കി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലും നല്ല മണമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം നേരമൊന്നും കുതിർത്ത് വെക്കരുത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അൽഫാം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. കടായിൽ റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ മന്തി, അതുപോലെ തന്നെ അൽഫാം, അതേപോലെ തന്നെ ബാക്കിയുള്ള ചട്നി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. പിന്നെ വെജിറ്റബിൾ ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അതൊന്നും അല്ല ഇവിടെ ചേർത്തിക്ക് റിഫൈൻഡ് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റുള്ള ഓയിലുള്ളവർക്ക് അല്ലെങ്കിൽ അതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണയും നെയ്യൊന്നും ഇവിടെ നമുക്ക് ചേർക്കരുത്. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്നതിലത്തെ 3 പീസ് ഇടാനുള്ള സ്ഥലമേ നമുക്കുള്ളൂ. അപ്പോൾ ആ 3 പീസ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒരു ഭാഗം തന്നെ ഒന്ന് വേവിച്ച് എടുക്കുക. അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു 2 മിനിറ്റ് നമ്മൾ ഇതേപോലെ തന്നെ വേവിച്ചെടുക്കുക. അതൊക്കെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഈ 2 മിനിറ്റ് 2 വശങ്ങളും ആയതിന് ശേഷമാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ച് 10 മിനിറ്റ് കേട്ടോ ഓരോ ഭാഗങ്ങളായിട്ട് 10 മിനിറ്റ് താഴ്ത്തി വെച്ചുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിക്കുമ്പോൾ അതിൽ തന്നെ ആ ചെറിയ രീതിയിൽ വെള്ളവും വരും, കറക്റ്റായിട്ട് മൊരിഞ്ഞ് നമുക്ക് പാകത്തിനായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒന്ന് ആദ്യം തന്നെ വിളമ്പുകയാണ്. അപ്പോൾ ആ റൈസിൽ അതിൽ പറയാനുള്ള പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ആ സ്മോക്കും കൂടി ചെയ്തപ്പം ശരിക്കും അത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പീസും കൂടി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മസാലയുടെ കളറ് മാത്രമാണ്. അപ്പോൾ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി റെഡ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യങ്ങളും ഇവിടെ ചേർത്തിയിട്ടില്ല. നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മല്ലി ചട്നിയും പിന്നെ മയോണൈസും ഒക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ, ഫ്ലോപ്പൊന്നും ആയില്ല. അപ്പോൾ അനിയത്തിയോട് ചോദിച്ചിട്ടെല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ചെയ്യേണ്ട വിധങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ മാത്രം തലേ ദിവസം ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചിക്കനും ഇതേപോലെ തന്നെ അൽഫാം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സൺഡേ വ്ളോഗ്. എന്തായാലും പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ്. എല്ലാവരും ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരിനെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്